വിഷയം എന്താണത്? നമ്മുടെ ജീവിതത്തിൽ ഓരോരുത്തരും നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഉപരിപ്ലവമായി അഥവാ പ്രവൃത്തി മണ്ഡലത്തിൽ കൊണ്ടുവരുന്ന കാര്യങ്ങളായി ഉള്ളിടത്തെല്ലാം നമ്മൾ സർവസജീവമാണ്. നിസ്കാരത്തിന് നമ്മളുണ്ട്, ജുമുഅക്ക് നമ്മളുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന് നമ്മളുണ്ട്, ഗ്രഹണ നിസ്കാരത്തിന് നമ്മളുണ്ട്, തറാവീഹ് നിസ്കാരത്തിന് നമ്മളുണ്ട്. മഴ തേടുന്ന നിസ്കാരം വെച്ചിരുന്നുവെങ്കിൽ അതിനും നമ്മളുണ്ടാകും. നോമ്പിന് നമ്മളുണ്ട്. നോമ്പൊരു രഹസ്യമല്ലെങ്കിലും പരസ്യമല. അതിന്റെ വത്തക്കയും അതുമായി ബന്ധപ്പെട്ട അത്താഴങ്ങളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള മുഖവുരകളെല്ലാം അത് യഥാർത്ഥത്തിൽ ഒരു ഉപരിപ്ലവത്തിന്റെ ഭാഗമായി വരുന്നു. സക്കാത്ത് പരസ്യമായ നൽകേണ്ടത്, ഹജ്ജ് പരസ്യമായി ചെയ്യാൻ പറ്റും. ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട വിഷയങ്ങളെല്ലാം ഇത് മുതാലിമീങ്ങൾ ശരിക്കും ശ്രദ്ധിക്കണേ. ഈ ഭാഗം ഇത് എല്ലാവർക്കും കൂടിയുള്ള വേദന, എനിക്കുള്ള വേദന. എന്നോട് ഞാൻ പറയാം, എന്നോടും ഞാൻ പറയാം. നമ്മുടെ നാട്ടിൽ സലാം ബാക്കുണ്ട്, അബ്ദുൽ സലാം ബാക്ക്. ഒരു ദിവസം ഇങ്ങനെ നിന്നപ്പോൾ പറഞ്ഞു, കുറെ പറയുമ്പോൾ നമ്മളും നന്നാവൂല്ലേ? ശരിയാണെന്ന് ഞാനും പറഞ്ഞു. അങ്ങനെ പിരിഞ്ഞത്. അപ്പൊ കുറെ പറയണ നേരത്ത് പറയണോനൊരു ബോധം വന്നെങ്കിലോ ഒരു മനസാക്ഷിക്കുത്ത് വന്നെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് പറഞ്ഞു പോവാണ്. എല്ലാവരും കൂടി തേഞ്ഞിട്ട് ഇത് പറയാൻ കഴിയും. അപ്പൊ ഉപരിപ്ലവമായി ഇത് വളരെ പോയിന്റായി നിങ്ങൾ മനസ്സിലാക്കാം. ഇത് നല്ലൊരു പ്രസംഗത്തിന് മേറ്ററുണ്ടല്ലോ എന്ന് ചിന്തിക്കേണ്ടപ്പോ അത് നമുക്ക് പിന്നെ ഉണ്ടാക്കാം. ഞാൻ കഴിഞ്ഞ ആഴ്ച ഇതിന്റെ കുറച്ച് ഭാഗം മഴതില് സലാത്തിൽ പറഞ്ഞപ്പോ പ്രസംഗം കഴിഞ്ഞിട്ട് ഒരു മൊഴിയിൽ പറഞ്ഞു 2 മണിക്കൂർ പറയാനുള്ള മാറ്റർ കിട്ടി. നമ്മളിപ്പോ സത്യത്തിൽ ഒരു പോയിന്റ് കിട്ടിയാലും ഒരാളൊരു വാള് കേട്ടാലും പ്രസംഗം കേട്ടാലും എഴുത്തുകാരനാണെങ്കിൽ ഒരു ലേഖനത്തിനുള്ള എഴുത്തായി, ഒരു ലേഖനത്തിനുള്ള കിട്ടിയ. അവനൊരു പ്രസംഗകനോ വാദനോ ആണെങ്കിൽ അവർ പറയും ഒരു വാദനുള്ള കിട്ടിയ, ഒരു സമാജത്തിൽ പ്രസംഗിക്കാനുള്ള ഒന്ന് മാറ്റം. എന്തേതുപോലെ ഇത് ഈ പറയുന്ന വിഷയം എൻ്റെ ജീവിതത്തിൽ എങ്ങനെ പകർത്താൻ പറ്റും എന്ന് നമ്മൾ ചിന്തിക്കണം. ഇവിടെ നല്ല എനിക്ക് ഇവിടുന്ന് പോണല്ലോ. മൊത്തം ഒരു ജനറലായിട്ട് വേൾഡ് തലത്തിൽ നടക്കുന്ന ഒരു സംഭവവികാസം പറഞ്ഞതാണ്. അതുകൊണ്ട് ഈ പറയുന്ന വിഷയം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിലേക്ക് കൊണ്ടുവരേണ്ട ഒരു കാര്യം. നമ്മളോട് ചെയ്യാൻ നിർദ്ദേശിക്കപ്പെട്ട ഏത് സംഗതികളും അതൊക്കെ പരസ്യമാണ്. ഒഴിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട ഏത് കാര്യവും രഹസ്യമാണ്. നിങ്ങൾ കണ്ടു നോക്കി, നിങ്ങളെന്താ ശ്രദ്ധിക്കാത്ത? ചെയ്യാൻ പറഞ്ഞ ഏത് വിഷയവും പരസ്യമാണ്, ഒഴിക്കാൻ പറഞ്ഞ ഏത് വിഷയങ്ങളും രഹസ്യമാണ്. അതിനെപ്പറ്റി നിങ്ങളൊന്നും ഇങ്ങനെ ആലോചിച്ചോ? ഇല്ലേ? നിർബന്ധമായി ചെയ്യാൻ പറഞ്ഞ സുന്നത്തായി ചെയ്യേണ്ട കാര്യങ്ങൾ ഓരോരുത്തർക്കും രഹസ്യമായ അമലുകളൊക്കെ ഉണ്ട്. തഹജ്ജുദ് നിസ്കരിക്കുന്ന വിഷയം നിർബന്ധമായും നമ്മളോട് ചെയ്യാൻ പറഞ്ഞ വിഷയങ്ങൾ ഏതുണ്ടോ അത് മുഴുവനും പരസ്യം. ഇപ്പൊ ഞാൻ ഇസ്ലാമിന്റെ 5 സ്തംഭങ്ങൾ എണ്ണിയല്ലോ. ഈമാൻ എന്ന് പറഞ്ഞത് എനിക്കൊരു പരസ്യ പ്രകടനമുണ്ട്. അതേതാ ഈമാന്റെ പരസ്യ പ്രകടനം? ഈ കാണുന്ന കോലം തന്നെ. ശരിക്കുള്ള മുഅ്മിനീങ്ങൾ അവിടെ ഈമാൻ പ്രകടിപ്പിക്കുന്നുണ്ട്. അല്ലാത്തവർ വേറൊരു കോലത്തിൽ നടക്കുന്നുണ്ട്. അല്ലാഹു തആല എല്ലാവരും നന്നാക്കട്ടെ. നമ്മളെ കാണുമ്പോൾ മുഅ്മിൻ എന്ന് പറയാൻ പറ്റിയ ഒരു പ്രകടനവും ഒരു വസ്ത്രധാരണയും അതിന് പറ്റിയ ഒരു രീതിയും നമ്മളെ കയ്യിലുണ്ടല്ലോ. ഈമാൻ പരസ്യമാണ്. നിസ്കാരം പരസ്യമാണ്. നോമ്പ് പരസ്യമാണ്. നോമ്പ് പരസ്യമല്ലല്ലോ ഉസ്താദേ? നോമ്പ് ആരറിയുന്നു? നോമ്പിന്റെ ചട്ടവട്ടങ്ങളൊക്കെ പരസ്യം. സക്കാത്ത് പരസ്യമായാ നൽകേണ്ടത്, അല്ലെങ്കിൽ മറ്റുള്ളവർ തെറ്റിദ്ധരിച്ചു പോകുമെന്നാ പറഞ്ഞത്. ഹജ്ജ് പരസ്യമായേ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി നിങ്ങൾ രഹസ്യം പരിശോധിച്ചു നോക്കൂ. വ്യഭിചാരം, മദ്യപാനം, അനാശാസ പ്രവണത, ഗീബത്ത് പറയൽ, കളവ് പറയൽ, വഞ്ചന, നീക്കൽ, ആളക്കുതിര കയറൽ, ഒന്നും ഞാനായത് ചെയ്തെന്ന് അറിയരുതെന്ന് എല്ലാവർക്കും ബോധ്യമുണ്ടല്ലോ. ഇതൊന്നും പരസ്യമായി ചെയ്യുന്ന കാര്യമല്ലല്ലോ. എല്ലാം അതീവ രഹസ്യങ്ങളാണ്. അപ്പൊ നമ്മളുടെ ഒരു വിഷയം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്,
പരസ്യമായി നമ്മളോട് നിർദ്ദേശിക്കപ്പെട്ട വിഷയങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് പടച്ചവനെ പേടിച്ച് ചെയ്തതാണോ എന്ന് നമ്മെ സംബന്ധിച്ച് നാം വിലയിരുത്തണമെങ്കിൽ രഹസ്യമായി എന്നോട് നിർദ്ദേശിക്കപ്പെട്ട നിരോധിക്കപ്പെട്ട വിഷയങ്ങളിൽ എന്റെ നിലപാട് എന്തുണ്ട് എന്ന് സ്വന്തം ശരീരത്തോട് ചോദിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. വിഷയം അവസാനിച്ചു. നമ്മളെ സംബന്ധിച്ച് നാട്ടുകാർക്ക് നല്ല അഭിപ്രായം. എന്താ നാട്ടുകാർ പറഞ്ഞത്? നല്ല ആളാ, നേരത്തിന് പള്ളിയിൽ പോകും, നല്ല ആളാ, ദീനിന്റെ നല്ല പ്രവർത്തകനാണ്. നമ്മൾ വളരെ വളരെ താഴെ കടയിൽ നിന്നിട്ട് അപ്പൊ സംസാരിക്കണം കേട്ടോ. അപ്പൊ എല്ലാ അർത്ഥത്തിലും നല്ല മട്ടാണ്. എന്നാൽ ഒരു രഹസ്യമായ മേഖലയിൽ ആരുമില്ല. മദ്യപാനി അതെങ്ങനെ പ്രകടനം പോണ അവസരത്തില് ബോട്ടിൽ പൊട്ടിച്ചു കുടിച്ച് അതൊക്കെ നാലാംകിട പൗരന്മാരെ ചീപ്പ് പരിപാടി. അതിനെപ്പറ്റി നമുക്കിവിടെ ചർച്ചയില്ല. വളരെ മാന്യന്മാരെ ജീവിതത്തിനെ പറ്റി നമുക്കിവിടെ ചർച്ച. ഒരു മാന്യൻ നിത്യം മദ്യപിക്കുന്നു, അവന്റെ തൊട്ടടുത്ത് ജീവിത സഖിയായി തന്റെ ശരീരം സ്പർശിച്ച് കിടക്കുന്ന ഭാര്യ പോലും ആ വിഷയാചരില്ല. അപ്പൊ വായവാസനക്കുലത്താതെ ഈ പെണ്ണിന്റെ ബോധി ഈ എന്റെ ഭർത്താവിന്റെ വായന്റെ നാട്ടം ഇതന്നെയാണെന്നാണ്. എങ്ങനെ അത് വീട്ടിലെത്തിയത്, എങ്ങനെ അത് വണ്ടിയിലെത്തിയത്? അത് വണ്ടിയിലെത്തിയ രൂപം അതൊക്കെ അത് ഇന്നോവയിലേക്ക് ബെൻസിലേക്കൊക്കെ എത്തിയില്ല. ബോട്ടിലൊന്നല്ലേ മോന്തള്ളണ്ടാവും. വളരെ രഹസ്യമായ കാര്യം. ഈ നാട്ടിൽ നടക്കുന്ന പലിശ ഇടപാടിനെ പറ്റി നിങ്ങൾ ആലോചിച്ച് നോക്കൂ. അണ്ണാച്ചി ചക്കന്മാർ അവരിങ്ങനെ വെള്ളിയാഴ്ചയോ ശനിയാഴ്ചയോ പ്രത്യേക ദിവസങ്ങളിൽ വല്ല കടയുടെയും പിന്നിൽ നിന്നിട്ട് ആ കറുത്ത ബാഗ് ഇങ്ങനെ തുറന്നിട്ട് അതിൽ നിന്ന് 500,000 ഒക്കെ എടുത്തു കൊടുക്കുമ്പോ അവരൊക്കെ അതിലെ പണിക്കാര്, ഏഴാം കൂലികള്. അതിന്റെ ബിനാമിയുടെ ഒരു ഹെഡ് ഉണ്ട്. അയാൾ ആരാ നിങ്ങളെ? ആ നാട്ടിലെ വലിയ കോടീശ്വരനും നാട്ടിലെ കുലീന തറവാട്ടുകാരനും ആ നാട്ടിലെ പ്രമാണിയും. ആരും അറിഞ്ഞിട്ടില്ല, ഭാര്യ പോലും അറിയില്ല ഈ പലിശപ്പണം കൊണ്ടാണ് നമ്മൾക്ക് മീൻ വാങ്ങിയത് എന്ന്. രഹസ്യമായി, അതീവ രഹസ്യമായി. വ്യഭിചാരത്തിന്റെ കഥ പറയണോ? രഹസ്യമായി എല്ലാം ചെയ്യാൻ പറ്റൂ. മറ്റു അനാശാസ പ്രവണതകളുടെ കഥ പറയണോ? രഹസ്യമായി എല്ലാം ചെയ്യാൻ പറ്റൂ. ഞാൻ പറഞ്ഞൊരു കളവ് പൊളിയരുത് എന്ന് എനിക്ക് ആഗ്രഹമില്ലേ? ഞാൻ പറഞ്ഞൊരു ഗീബത്ത്, ഞാൻ ആരെ പറ്റിയോ പറഞ്ഞത് അത് ഓനത് അറിയരുത് എന്ന് നമ്മൾക്ക് ആഗ്രഹമില്ലേ? ഇതൊന്നും പൊളിയാതെ സൂക്ഷിക്കണം, രഹസ്യമായി സൂക്ഷിക്കണം എന്ന ആഗ്രഹമുണ്ട്. എങ്കിൽ ഞാൻ ചോദിക്കുന്നു, ഇവിടെയൊക്കെ പടച്ചവനുണ്ടായിരുന്നല്ലോ, ഇവിടൊക്കെ പടച്ചവനുണ്ടായിരുന്നല്ലോ. നിങ്ങൾ എവിടെയായിരുന്നാലും അല്ലാഹ് നിങ്ങളോട് കൂടെ ഉണ്ട് എന്നല്ലേ പരിശുദ്ധ ഖുർആൻ പറഞ്ഞത്? ആ അടിസ്ഥാനത്തിൽ നിസ്കാരം, നോമ്പ്, സക്കാത്ത്, ഹജ്ജ് പോലത്തെ മേഖലയിൽ അവിടെയൊക്കെ നമ്മൾ ഈ ചെയ്തത് പടച്ചവനെ പേടിച്ചാണെങ്കിൽ, നമ്മളും പടച്ചവനും കൂടി മാത്രമുള്ള ഒരു മേഖലയിൽ എത്തിയപ്പോൾ എന്തേ നമ്മൾക്ക് പടച്ചവനെ പേടിക്കാൻ സാധിക്കാതെ പോയി? അപ്പൊ നമ്മൾ ഈ ചെയ്ത പ്രവർത്തനങ്ങള് പടച്ചവനെ പേടിച്ചിട്ടല്ല എന്ന് പറയേണ്ടി വരുമോ? വേണമെങ്കിൽ അത് പറയേണ്ടി വരും. അങ്ങനെയെങ്കിൽ നമ്മൾ ചെയ്യുന്നിടത്ത് ഉഷാറ്, ഒഴിക്കുന്നിടത്ത് ഉഷാറില്ല എന്നെങ്ങനെ പറയാം? ബഹുമാനപ്പെട്ട ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദ് അൽ ഗസാലി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, ഒരു ഇസ്ലാമിന് 2 വശങ്ങളുണ്ട്. ഒന്ന് പുണരലുകളാണെങ്കിൽ മറ്റൊന്ന് വിഭാടനങ്ങളാണ്. പുണരലുകളെക്കാളും പ്രയാസം വിഭാടനങ്ങൾക്കാണ്. അഥവാ ചെയ്യലുകളുമുണ്ട്, ഒഴിക്കലുകളുമുണ്ട്. ചെയ്യാനല്ല പ്രയാസം, ഒഴിക്കാനാണ് പ്രയാസം. വിഷയങ്ങൾ ചെയ്യാനല്ല പ്രയാസം, ഒഴിക്കാനുള്ളത് ഒഴിക്കാൻ പ്രയാസം. അത് ശരീരത്തെ പിടിച്ച് കെട്ടേണ്ടി വരും. ശരീരത്തിനോട് നമ്മൾ മൽപിടുത്തം നടത്തേണ്ടി വരും. ആ ശരീരത്തിനോട് സമരം ചെയ്ത്, ജിഹാദ് ചെയ്ത്, വൽ മുജാഹിദു മൻ ജാഹദ നഫ്സഹു, യഥാർത്ഥ യോദ്ധാവെന്ന് പറഞ്ഞാൽ ശരീരമാകുന്ന ശത്രുവിനെ പിടിച്ചു കെട്ടാൻ മൽപിടുത്തം നടത്തി വിജയിച്ചവനാണെന്ന് ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞാൻ ഈ പറഞ്ഞ വിഷയത്തിൽ ഒന്നുകൂടി ഞാൻ കിടന്നു പറഞ്ഞാൽ ഒരല്പവും കൂടി കിടക്കാം. നമ്മൾക്കൊക്കെ നമ്മളുടെ പെണ്ണുങ്ങൾ കേൾക്കാറുണ്ട് സാർ, ഇതെല്ലാം വളരെ വൃത്തിയായി. നമ്മുടെ പെണ്ണുങ്ങളെ ക്ലാസ്സിന് വരലുണ്ട്, നമ്മളെ കിട്ടലില്ല. അതിന്
നമ്മൾക്കൊക്കെ ഉള്ള വലിയ ഒരാശ, നമ്മളെ ആരും നമ്മളെ ഭാര്യമാര് ഒരു തെറ്റും ചെയ്യരുത്. നമ്മളെ വലിയൊരാഗ്രഹം, ഒരാരെയും നോക്കും ചെയ്യരുത്, ആരായിട്ടും ലൈനാകരുത്. നമ്മൾക്കത് വലിയ ഒരാഗ്രഹം. എന്നാൽ ഇത് ചെയ്യുന്ന ആളുകൾ, ഇത് പറയുന്ന ആളുകൾ, അവര് ചിന്തിക്കുന്നുണ്ടോ എൻ്റെ ഭാര്യക്കും എൻ്റെ ഭർത്താവ് അങ്ങനെ ഒരു നല്ലവനായി തീരണമെന്ന നല്ലൊരാശ എൻ്റെ ഭർത്താവിനുണ്ട് എന്ന് ഭാര്യയുടെ മാനസികാവസ്ഥ വായിച്ചെടുത്തുകൊണ്ട് ജീവിക്കാൻ നമ്മളും തയ്യാറാവണ്ടേ? നമ്മൾ എന്നൊക്കെ പറഞ്ഞ ഒരു സംസാര, ഒരു പ്രസംഗ ഭാഷയായി നിങ്ങൾ വെച്ചാൽ മതി. നിങ്ങളോടല്ല പറയുന്നത്. എന്തെങ്കിലും ഒന്ന് പറയണ്ടേ? നമ്മളെന്നോ നിങ്ങളെന്നോ അതിനുവേണ്ടി ഉപയോഗിക്കുന്നൊരു വേടാണത്. അതിലാരും കുണ്ഠിതപ്പെടേണ്ടതില്ല. എല്ലാവരും ആ വിഷയം വളരെ ഗൗരവമായി മനസ്സിലാക്കുക. തനിക്ക് പറ്റുമോ ഈ പറഞ്ഞതൊക്കെ? എങ്കിൽ നമ്മൾ എടുക്കുക. നിങ്ങൾക്ക് ഇതൊന്നുമില്ലേ എന്നങ്ങനെ വെല്ലൽ പോയിക്കോട്ടെ. ആലോചന ഈ അടുത്തൊരു സംഭവം, ഒന്നേരായ ശൈഖുന ഉസ്താദ് അവങ്ങൾ പറയും, ഖലീൽ തങ്ങൾ പറഞ്ഞു, അല്ലാഹു തആല മുഴുവൻ സാദാത്യങ്ങൾക്കും ആഫിയത്തുള്ള ദീർഘായുസ്സ് വർദ്ധിപ്പിക്കട്ടെ. ഗൾഫിൽ നിന്നൊരു സുഹൃത്ത് വന്നു. ഗൾഫിൽ നിന്ന് സുഹൃത്ത് വന്നപ്പോ ഈ ഭാര്യയെ സംബന്ധിച്ച് എന്തോ ഒരു അവിഹിത വീഴ്ച അങ്ങനെ പരസ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇവൻ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുക, വാപ്പാന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി ആക്കുക. നല്ല കാണിത്തമുള്ള അമ്മോഷൻ മരുമകനെ വിളിച്ചിട്ട് പറഞ്ഞു, 3 കൊല്ലായിലെ പോയിട്ട് ഈ 3 കൊല്ലത്തിനിടക്ക് ഒരനർത്ഥവും നിന്റെ ജീവിതത്തിൽ സംഭവിച്ചിട്ടില്ല എന്ന് മമ്പത്ത് പോയി സത്യം ചെയ്യാൻ നീ തയ്യാറാണെങ്കിൽ എൻ്റെ മകൾ എൻ്റെ വീട്ടിൽ കൊടുന്നാക്കിക്കണം. അങ്ങനെ സത്യം ചെയ്യാൻ എനിക്ക് കഴിയൂല എന്നുണ്ടെങ്കിൽ ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല, തൽക്കാലം കൂട്ടിപ്പോയി പോകുന്നു. അടുത്ത വണ്ടിക്ക് അവൻ കൂട്ടി വീട്ടിലേക്കാണ് പോയി.